പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 27ാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 2028ഓടെ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ നിലയം വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നതായി ISRO. വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. 2021 സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സ്വാമി വിവേകാനന്ദന്റെ 161ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ 27ാമത് ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ യുവാക്കളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ദേശീയ യുവജനോത്സവം രാജ്യത്തിന്റെ യുവശക്തിയെ പ്രകടമാക്കുമെന്നും 2047ഓടെ ഇന്ത്യയെ വികസിതമാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ പ്രതിജ്ഞയെടുക്കുമെന്നും കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ അറിയിച്ചു. ഈ വർഷം യുവജനകാര്യ വകുപ്പിന്റെ ഫീൽഡ് തല സംഘടനകൾ ഒന്നിലധികം ഗവൺമെന്റ് വകുപ്പുകളുടെ സഹകരണത്തോടെ ദേശീയ യുവജന ദിനം ആഘോഷിക്കും. നാഷണൽ സർവീസ് സ്കീം, നെഹ്റു യുവകേന്ദ്ര, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ രാജ്യത്തുടനീളം മൈ ഭാരത് വോളണ്ടിയർമാർ രാജ്യത്തിനായി സന്നദ്ധ സേവനം നടത്തും. 88,000-ലധികം വോളണ്ടിയർമാർ ക്യാമ്പയിനിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 2,000 മൈ ഭാരത് വോളണ്ടിയർമാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിശീലനം നൽകും. മോട്ടോർ വാഹന വകുപ്പ്, ട്രാഫിക് പോലീസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ ഏകോപിപ്പിക്കുക. ഓരോ ജില്ലയിൽ 100 വീതവും കൊച്ചിയിൽ 500 വോളണ്ടിയർമാരെയാണ് പരിശീലനം നൽകി ട്രാഫിക് ജോലിക്ക് നിയോഗിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ യുവജനദിന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ യുവജന ദിനാഘോഷം രാവിലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി യുവജന കമ്മീഷൻ സംസ്ഥാനതലത്തിൽ നടത്തിയ EMS സ്മാരക പ്രസംഗ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്യും. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം തോന്നയ്ക്കലിൽ രാവിലെ ദേശീയ യുവജനാഘോഷം വി ശശി MLA ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ അടൽ സേതുവിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് നിർവഹിക്കും. കടൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചാണ് പ്രധാനമന്ത്രി നവി മുംബൈയിലെ ഉദ്ഘാടന വേദിയിലെത്തുക. 21.8 കിലോമീറ്റർ നീളവും 27 കിലോമീറ്റർ വീതിയും വരുന്ന 6-വരിപ്പാതയാണ് അടൽ സേതു. 17,840 കോടി രൂപ ചെലവഴിച്ചാണ് അടൽ സേതു നിർമ്മിച്ചത്. 2028ഓടെ നിലവിലെ വിക്ഷേപണ ശേഷി ഉപയോഗിച്ച് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ നിലയം വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ISRO മേധാവി S. സോമനാഥ് പറഞ്ഞു. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയിലെ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ മനോഭാവം, സാമ്പത്തിക വളർച്ച, അന്താരാഷ്ട്ര സഹകരണം എന്നിവ വളർത്തുന്നതിന് ഈ നടപടി നിർണായകമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. സമീപ വർഷങ്ങളിൽ നേരിട്ട അഭൂതപൂർവമായ വെല്ലുവിളികളിൽ നിന്ന് ഇന്ത്യൻ ബാങ്കിംഗ് മേഖല കൂടുതൽ ശക്തമായി ഉയർന്നുവന്നതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. മുംബൈയിൽ നടന്ന മിന്റ് BFSI ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റെഗുലേറ്ററി, സൂപ്പർവൈസറി മേഖലകളിൽ റിസർവ് ബാങ്ക് സ്വീകരിച്ച നിരവധി നടപടികളിലൂടെയാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് വൻതോതിലുണ്ടായ നിഷ്ക്രിയ ആസ്തികൾ ഉൾപ്പെടെ പ്രശ്നങ്ങൾ മറികടന്ന് ബാങ്കുകൾ ശക്തമായി ഉയർന്നുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ ഇൻകമിംഗ് കോളുകളും സൈബർ കുറ്റകൃത്യങ്ങളും വഞ്ചനയും തടയാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ക്യാമ്പയിൻ തുടങ്ങി. *401# ശേഷം അജ്ഞാത നമ്പർ ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടുന്ന വ്യാജ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വകുപ്പ് അറിയിച്ചു. ഇങ്ങനെ ഡയൽ ചെയ്യുക വഴി നിരുപാധിക കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുമെന്നും തുടർന്ന് മൊബൈൽ ഫോണിലേക്ക് വരുന്ന കോളുകളും മെസ്സേജുകളുമെല്ലാം തട്ടിപ്പ് സംഘങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടാകുമെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കസ്റ്റമർ സർവീസ് പ്രതിനിധിയാണെന്ന വ്യാജേനയാകും പലപ്പോഴും ഇത്തരം കോളുകൾ വരികയെന്നും അറിയിപ്പിൽ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. ഡെസ്ക് റിപ്പോർട്ട്. കണ്ണൂർ ജില്ലയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഇന്ന് സമാപിക്കും. ഉച്ചകഴിഞ്ഞ് പിണറായി പഞ്ചായത്തിലാണ് ജില്ലയിലെ അവസാനത്തെ പരിപാടി. രാവിലെ കോട്ടയം പഞ്ചായത്തിൽ യാത്ര എത്തിച്ചേരും. തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാമീണ മേഖലയിലെ പര്യടനം ഇലകമൺ, ഇടവ പഞ്ചായത്തുകളിലെ പര്യടനത്തോടെ ഇന്ന് അവസാനിക്കും. നഗരപ്രദേശങ്ങളിൽ പാളയം, പേരൂർക്കട എന്നിവിടങ്ങളിൽ ഇന്ന് പര്യടനം നടത്തും. കോഴിക്കോട് ജില്ലയിലെ നഗരപര്യടനം തുടരുന്നു. ഇന്ന് മാങ്കാവ്, മെഡിക്കൽ കോളേജ് പരിസരം, കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വാവാട്, കൊടുവള്ളി ടൌൺ എന്നിവിടങ്ങളിൽ പൊതുസമ്മേളനം നടക്കും. മലപ്പുറത്ത് ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ 2 കേന്ദ്രങ്ങളിൽ യാത്രയെത്തും. തൃശൂർ നഗരത്തിൽ പാലസ് ഗ്രൌണ്ട്, വടക്കേ സ്റ്റാൻഡ്, ശക്തൻ നഗർ എന്നിവിടങ്ങളിലാണ് സങ്കൽപ് യാത്ര ഇന്ന് പര്യടനം നടത്തുന്നത്. എറണാകുളത്ത് രാവിലെ ചിറ്റാറ്റുകരയിലും ഉച്ചകഴിഞ്ഞ് ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലും യാത്രയെത്തും. നഗരപ്രദേശത്ത് രാവിലെ കോതമംഗലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും ഉച്ചകഴിഞ്ഞ് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിന് സമീപവുമാണ് പരിപാടി. കോട്ടയത്ത് ഐമനം, വിജയപുരം ഗ്രാമപഞ്ചായത്തുകളിലാണ് യാത്ര.
സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നീ ഇൻഷുറൻസ് പദ്ധതികളിൽ ഇപ്പോഴും അംഗമാകാനാവും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു വർഷം 20 രൂപയും 436 രൂപയും പ്രീമിയം അടച്ച് ചേരാവുന്ന 2 സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും. അപകടങ്ങളിലോ മറ്റ് അത്യാഹിതങ്ങളിലോ പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് 4 ലക്ഷം രൂപ ഈ 2 പദ്ധതികളിലൂടെയുമായി ലഭിക്കുന്നു. മകളെ PMJJBY പദ്ധതിയിൽ ചേർത്ത കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്ത് അങ്ങാടിക്കടവിലെ ജോർജ് കാവേരി വികസിത ഭാരത സങ്കല്പയാത്രയിൽ തന്റെ അനുഭവം പങ്കുവച്ചു. എല്ലാ കൊല്ലവും മാർച്ച് മാസം 31-ാം തീയതിക്ക് മുമ്പ് ഈ പ്രീമിയം അടച്ചാൽ മതിയെന്ന് അറിഞ്ഞതുകൊണ്ട് കുട്ടിയുടെ അക്കൌണ്ടിൽ എപ്പോഴും ഒരു പൈസ സൂക്ഷിച്ചു. ദൌർഭാഗ്യവശാൽ 2021 ഏപ്രിൽ 17-ാം തീയതി എന്റെ മോള് നിര്യാതയായി. സങ്കടമുണ്ട്. അതിനുശേഷം മൊത്തം ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്റെ അക്കൌണ്ടിലേക്ക് 2 ലക്ഷം രൂപ ക്ലെയിം വന്നു. ഞാനായിരുന്നു നോമിനി. നല്ല സ്കീം ആയതുകൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ കുട്ടികളെയും ആ സ്കീമിൽ ചേർക്കണം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 2021 സ്വാതി സംഗീത പുരസ്കാരത്തിന് പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മയെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ സംഗീത രംഗത്ത് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പരമോന്നത അംഗീകാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. കർണാടക സംഗീതത്തിന്റെ വിവിധ മേഖലകളിൽ നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ചാണ് കുമാരകേരളവർമ്മയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. 2 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം പിന്നീട് സമ്മാനിക്കും. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നായ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ ഇന്ന് എരുമേലിയിൽ നടക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പേട്ട ശാസ്താക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. നയനാർ പള്ളിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി വാവരുടെ പ്രതിനിധിയോടൊപ്പം എരുമേലി ധർമ്മശാസ്ത ക്ഷേത്രത്തിലെത്തുന്ന സംഘം ശബരിമല സന്നിധാനത്തേക്ക് തിരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആലങ്ങാട് സംഘം പേട്ട ശാസ്താക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളൽ ആരംഭിക്കും. വാവർ അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയെന്ന സങ്കല്പത്തിൽ നയനാർ പള്ളിയിൽ കയറാതെ എരുമേലി ധർമ്മശാസ്ത ക്ഷേത്രത്തിലെത്തുന്ന സംഘവും സന്നിധാനത്തേക്ക് തിരിക്കും. മകരവിളക്ക് വരെ ഇരു സംഘങ്ങളും സന്നിധാനത്ത് തുടരും. മലബാർ കാർഷിക കലാപത്തിന്റെ സ്വഭാവം വർഗീയതയായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉച്ചകഴിഞ്ഞ് വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. TB റോഡ് ഒലിവ് സെലസ്റ്റീനിലുള്ള കാളിശ്ശേരിയിൽ കൊമേഴ്സ്യൽ കോംപ്ലക്സിലാണ് പുതിയ കെട്ടിടം. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വിദേശകാര്യ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. പുതിയ സേവാ കേന്ദ്രത്തിൽ സാധാരണ തത്കാൽ പാസ്പോർട്ടുകളുടെയും PCCയുടെയും സേവനം തിങ്കളാഴ്ച മുതൽ ജനങ്ങൾക്ക് ലഭ്യമാകും. വിദേശ രാജ്യങ്ങളിൽ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ടെത്തി ചുരുങ്ങിയ ചെലവിൽ അവരെ ജോലികളിൽ നിയോഗിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപെക് സേവനങ്ങൾ ഉദ്യോഗാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്ക് വിവിധ തൊഴിലുകൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ട 104 ഉദ്യോഗാർത്ഥികൾക്ക് വിസയും നിയമന പത്രികയും വിതരണം ചെയ്യുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. മൊഹാലിയിൽ അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 159 റൺസിന്റെ വിജയലക്ഷ്യം 15 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 3 മത്സര പരമ്പരയിലെ 2ാം മത്സരം മറ്റന്നാൾ വൈകിട്ട് 7-ന് ഇൻഡോറിൽ നടക്കും. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഗോകുലം കേരള FC കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സപ്പായ കിക്ക് സ്റ്റാർട്ട് FCയെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3:30-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിവേകാനന്ദ ജയന്തി യുവജന ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ കൂട്ടയോട്ടം നടക്കും. റൺ ഫോർ നാഷൻ എന്ന പേരിൽ നെഹ്റു യുവകേന്ദ്ര, തപസ്യ കലാവേദി, ഖേലോ ഭാരത് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 27ാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 2028ഓടെ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ നിലയം വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നതായി ISRO. വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. 2021 സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മയ്ക്ക്. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.